ഹലോ. എറണാകുളത്ത് മാത്രമല്ല എല്ലായിടത്തും സാറേ, കേരളത്തില്. ഞാനിപ്പോ സംസാരിക്കുന്ന ആരോടാണ്? എറണാകുളം ഓഫീസില്. എറണാകുളം RTO ഓഫീസിലെ PR ആണോ? അതെ അതെ. എന്റെ പേര് ബെന്നി ജോസഫ് എന്നാണ്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഒരു ജേർണലിസ്റ്റുമാണ്. സാർ, ഒരു പുതിയ വണ്ടി എടുക്കുകയോ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്താൽ RC ബുക്ക് കിട്ടാൻ ഇപ്പോൾ എത്ര ദിവസം കാലതാമസമുണ്ട്? ഇപ്പൊ നിലവിൽ അവിടെ പ്രിന്റിംഗ് നടക്കുന്നില്ല സാറേ. ഏകദേശം എത്ര ആള്? 27/11 തൊട്ട് പെൻഡിങ് ആണ്. അത് എന്തുകൊണ്ടാണ് പെൻഡിങ്? അവിടെ പ്രിന്റിങ്ങിന്റെ പേപ്പർ ഷോർട്ടാണ് എന്നുള്ളതാണ്. ഫണ്ട് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു വിഷയം ഉണ്ടെന്നാണ്. അതായത് ജനങ്ങൾ, പാവം ജനങ്ങൾ, നിങ്ങൾക്ക് മുഴുവൻ പൈസ അവിടെ അടക്കണ്ടല്ലോ. പേപ്പർ ഇല്ലാത്ത ഞങ്ങളുടെ കുഴപ്പമില്ലല്ലോ. അല്ല അല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് സർക്കാരിന്റെ വീഴ്ചയല്ലേ? അതായത് നമ്മൾ തെരഞ്ഞെടുത്ത കൊഞ്ഞാണന്മാരുടെ കുഴപ്പമല്ലേ? ആയിരിക്കാം, എനിക്കറിയില്ല അത്. ഓക്കെ. ഇനി ഇപ്പോൾ ഒരു മാസം ഡിലേ ഉണ്ടല്ലേ ഒരു വണ്ടി രജിസ്റ്റർ ചെയ്ത? ഒരു മാസത്തിൽ കൂടുതലുണ്ട്. ഇതിന്റെ കാരണം നമ്മൾ മുഴുവൻ പൈസ അടച്ചാലും പേപ്പർ ഇല്ല, പ്രിന്റ് ചെയ്യാനുള്ള പേപ്പർ ഇല്ല. അതെ അതെ സാറേ. ഞാൻ പെൻഡിങ് സ്റ്റേഷനിലെ നമ്പർ തരാം സാർ, അവിടെ കൃത്യമായിട്ട് വിളിച്ചാൽ. എനിക്ക് ആ നമ്പർ ഒന്ന് പറയാമോ? 0484 29996 551. ഇനി നിങ്ങളുടെ ഇത് ഇപ്പോ കേരളത്തിലെ എല്ലായിടത്തും ഉണ്ട്. അതിനിടെ കൂടി ബോസ്കോ കളമശ്ശേരിക്കെതിരെ കൃത്യനിർവഹണം തടഞ്ഞു എന്നും പറഞ്ഞ് തേവര പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തെന്ന് പറഞ്ഞു. അതറിയില്ല സാർ. അപ്പൊ അതൊക്കെ ഒന്ന് അന്വേഷിക്കണം. ഇത് നമ്മളെല്ലാം ഒരു അമ്മ പെറ്റ മക്കളും സഹോദരന്മാരും അല്ലേ? ചേട്ടനും ഞാനുമായിട്ട് ഒരു ദേഷ്യമില്ലല്ലോ. പക്ഷെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് എന്നുണ്ടായ സംഭവം ഇത് ഇന്നുണ്ടായതാണ്. അപ്പൊ ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഈ DYFI SFI കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു വിചാരമുണ്ട് അവർക്ക് മാത്രമുള്ള ഈ അടിയും തെറി അറിയുള്ളൂ. ഞങ്ങളൊക്കെ ഇപ്പൊ തെറി ക്ലാസ്സിൽ തുടങ്ങാൻ പോവാണ്. ശരി, ഇത് റെക്കോർഡഡ് ആണ്, ഞാൻ ഇന്ന് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗതികെട്ട ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റും ഗതികെട്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും കള്ളന്മാരെ ഞങ്ങൾ തെരഞ്ഞെടുത്തതുകൊണ്ട് അനുഭവിക്കണാണ്. കാട്ടുകള്ളന്മാര്. ശരി, താങ്ക് യു.